രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭം നടക്കുമ്പോൾ കേരളത്തിലെ PSC ചോദ്യപേപ്പർ ചോർച്ച മുങ്ങുന്നു. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ PSC പരീക്ഷാ പേപ്പർ ചോർന്ന സംഭവത്തിൽ കുറ്റക്കാർക്കെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് ഇപ്പോഴേ ഉറപ്പിക്കാം. കഴിഞ്ഞ 2 ദിവസമായി വരുന്ന വാർത്തകൾ ശ്രദ്ധിച്ചാൽ അത് ബോധ്യമാകും. ചോദ്യപേപ്പർ ചോർച്ചയിൽ വിജിലൻസ് അന്വേഷണം, പരസ്പരം പഴിചാരി PSCയും സ്കൂൾ അധികൃതരും. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിജിലൻസ് അന്വേഷണം കഴിയുന്നവരെ ഇനി PSC പരീക്ഷ നടത്തില്ല. അതായത് പരീക്ഷാ സെന്റർ ആക്കില്ല എന്ന ഒരു ചെറിയ നടപടിയിൽ ശിക്ഷകൾ ഒതുക്കിക്കൊണ്ട് സ്കൂളിനെയും പ്രിൻസിപ്പൽ അഷ്റഫ് കുഞ്ഞാശാനെയും രക്ഷിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. മാസങ്ങൾ കഴിഞ്ഞ് വിജിലൻസ് റിപ്പോർട്ട് വരുമ്പോഴേക്കും ലജ്നത്ത് സ്കൂളിനെതിരെ ഒരു നടപടിയും ഉണ്ടാവില്ല എന്ന് ഇതോടെ അടിവരയിട്ടുറപ്പിക്കാം. സ്കൂൾ മാനേജർ AM നസീർ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹികളിൽ ഒരാളാണ്. PSC ഉദ്യോഗസ്ഥന്റെ തലയിലേക്ക് എല്ലാ കുറ്റവും ചാർത്തിക്കൊണ്ട് പ്രിൻസിപ്പൽ അഷ്റഫ് കുഞ്ഞാശാനെ എങ്ങനെയും രക്ഷിച്ചെടുക്കാം. ചോദ്യപേപ്പർ പൊട്ടിക്കുമ്പോൾ പ്രിൻസിപ്പൽ സ്കൂളിൽ ഉണ്ടായിരുന്നോ എന്ന് കൂടി അന്വേഷണ സംഘം വിശദമായി ഒന്ന് അന്വേഷിക്കണമെന്ന് അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗാർത്ഥികൾ കർമ്മ ന്യൂസിനെ അറിയിച്ചിട്ടുണ്ട്. ഈ സ്കൂളിലെ കുറേയധികം അധ്യാപകർ മുസ്ലിം ലീഗിന്റെ ടീച്ചേഴ്സ് യൂണിയനായ KHSTU-വിൽ ഉള്ളവർ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ഡെപ്യൂട്ടേഷൻ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് പോകാൻ സ്ഥാനം ഉറപ്പിച്ച് കഴിഞ്ഞു എന്നാണ് അറിയുന്നത്. ഇത് ലീഗിനും മുന്നണിക്കും ദോഷമാണ്. ഡൽഹിയിൽ പോയി പാറ്റാ സമരത്തിന് അനുകൂലമായി പങ്കെടുത്ത മുഖ്യമന്ത്രി എന്തുകൊണ്ട് കേരളത്തിലെ ലക്ഷക്കണക്കിന് PSC ഉദ്യോഗാർത്ഥികളുടെ കാര്യത്തിൽ ശക്തമായ നടപടി കൈക്കൊണ്ടില്ല? PSC ഉദ്യോഗസ്ഥനൊപ്പം ചോദ്യപേപ്പർ ചോർച്ചയുടെ പൂർണ്ണ ഉത്തരവാദിയായ പരീക്ഷയുടെ ചീഫ് സൂപ്രണ്ടായ സ്കൂൾ പ്രിൻസിപ്പലിനെയും മറ്റ് അധ്യാപകരെയും എന്തുകൊണ്ട് ഇതുവരെ പോലീസ് ചോദ്യം ചെയ്യുന്നില്ല? പരീക്ഷ ഡെപ്യൂട്ടി സൂപ്രണ്ടായ PSC ഉദ്യോഗസ്ഥനൊപ്പം എന്തുകൊണ്ട് സ്കൂൾ പ്രിൻസിപ്പലിനെ സംഭവ ദിവസം തന്നെ സസ്പെൻഡ് ചെയ്തില്ല? രാഹുൽ ഗാന്ധിയും കേരളത്തിലെ PSC വിഷയം അറിഞ്ഞ ഭാവമില്ല. ഇപ്പോൾ നടക്കുന്നത് പരീക്ഷാ ക്രമക്കേടിലെ കുറ്റക്കാരെ രക്ഷിക്കാനുള്ള നാടകമാണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് നല്ല പോലെ അറിയാം. ഈ ചോദ്യപേപ്പർ ചോർച്ച കേരളത്തിന്റെ ഖജനാവിനെ കോടികളുടെ നഷ്ടവും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾക്ക് ധനനഷ്ടവും മാനസിക വിഷമവും ഉണ്ടാക്കിയ വിഷയമാണ്. കുറ്റക്കാരെയെല്ലാം മാതൃകാപരമായി ശിക്ഷിച്ചുകൊണ്ട് PSCയുടെ വിശ്വാസ്യത വീണ്ടെടുക്കണം. അത് നാടിന്റെ ആവശ്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.